എല്ലാവർക്കും നമസ്കാരം. എല്ലാ ശനിയാഴ്ചകളിലും ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗൂഗിൾ മീറ്റ് വഴി സ്നേഹസംഗമത്തിന്റെ 158ാമത് സ്നേഹസംഗമമാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. ഈ മീറ്റിംഗിന് നേതൃത്വം വഹിക്കുന്നത് അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പാണ്. ഈ മീറ്റിംഗിലേക്ക് സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും പ്രിയ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഈ ഗ്രൂപ്പിനെ ഓരോ അംഗങ്ങളും ദൈവപരിപാലനയിൽ സുരക്ഷിതരാണല്ലോ. പ്രാർത്ഥനാ ഗാനത്തോടെ നമുക്ക് ഈ മീറ്റിംഗ് തുടങ്ങാം. അതിനായി പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി മിസ്സിസ് ഓമന ചിറ്റാട്ടുകരയെ വെൽക്കം ചെയ്യുന്നു. ഓമന ചേച്ചി, വെൽക്കം ടു ദ സ്ക്രീൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, കൃപകളും വരങ്ങളും ചൊല്ലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ വിൺമഴയെ വീണ്ടും അയക്കണമേ, നെഞ്ചനമുണർന്നിടുവാൻ വിൺമഴയെ വീണ്ടും അയക്കണമേ, നെഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഭക്തി നിർഭരമായ പ്രാർത്ഥനാ ഗീതം ആലപിച്ച ഓമന ചേച്ചിക്ക് നന്ദി പറയുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്ന സന്നിഹിതരായ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി മിസ്സിസ് സോജി ജോൺസനെ സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ദർശന ക്ലബിന്റെ 158ാം ഗൂഗിൾ മീറ്റ് സംഗമത്തിൽ എത്തിച്ചേർന്ന ഏവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ആദ്യമായി ഈ സംഗമം ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന റവറൻ ഫാദർ ലിംസൺ പുത്തൂരച്ചനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം അംഗവുമായ സെലീന ചേച്ചിയുടെ മകനുമാണ്. കൂടാതെ നമ്മുടെ സോളമൻ അച്ഛന്റെ കൂടെ നോവിഷ്യേറ്റിയും സൈക്കോളജിയും പഠിക്കുവാൻ ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശേഷം നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ VC വർഗീസ് മാസ്റ്ററെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ആർമി എഡ്യൂക്കേഷൻ കോറിൽ നിന്നും വിരമിച്ച് ഇപ്പോൾ റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ പ്രസിഡന്റും ഹിന്ദുസ്ഥാൻ സ്പൈസ് ആൻഡ് ഹെർബൽസിന്റെ ഉടമയുമാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ഗൂഗിൾ മീറ്റിലേക്ക് സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസ നേരുന്നതിനായി ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന ശ്രീ സണ്ണി ദേവി സാറിനെയും ഈ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ദർശന ക്ലബിന്റെ ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റിയിലെ പ്രസിഡന്റുമായ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ അച്ഛനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു.
കൂടാതെ ദർശന ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹാരിയെയും റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന കുമാരി ലീന നാട്ടികയെയും നന്ദി പറയുവാൻ എത്തിച്ചേർന്ന ശ്രീമതി ജാൻസി വർഗീസിനെയും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ കൺവീനർമാരായ ജോസേട്ടന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ലില്ലി ആട്ടത്രയെയും ലീഡേഴ്സിനെയും നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അരുളിയ മിസിസ് സോജി ജോൺസനെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി കുമാരി ലീന എം ജെ നാട്ടികയെ സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. ഇന്ന് ഒരു അറിയിപ്പ് എന്താന്ന് വെച്ചാല് കവിതാ പാരായണം നടന്നു വരികയാണ്. അതിലേക്ക് ആർക്കെങ്കിലും ഇനി പുതുതായിട്ട് പേര് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പുസ്തക പാരായണ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് ആർക്കെങ്കിലും പേര് കൊടുത്തിട്ട് അതും ചെയ്യാൻ ആഗ്രഹമുള്ളവര് അതിലേക്ക് പേര് കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങളിലും പേര് കൊടുക്കുന്നവര് എത്രയും പെട്ടെന്ന് പേര് കൊടുത്തിട്ട് പങ്കെടുക്കുക കേട്ടോ. 2017 ഡിസംബർ 10 ദർശന ക്ലബ് തൃശൂരിൽ ആരംഭം കുറിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവനും മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്കായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ദർശന ക്ലബിന്റെയും വിവിധ ദർശന സർവീസ് സൊസൈറ്റിയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റു വിവിധ ഗ്രൂപ്പുകൾ ഇവയാണ്: കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ക്രിക്കറ്റ് ടീമുകൾ ദർശന സ്ട്രൈക്കേഴ്സ് തൃശൂർ, ഡ്രാഗൺ സ്റ്റാർ തൃശൂർ, ദർശന സ്റ്റാർ തിരുവനന്തപുരം. കാഴ്ച പരിമിതരുടെ ഫുട്ബോൾ ടീമുകൾ പൂർണ്ണ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ദർശന കിങ് തൃശൂർ, ഭാഗിക കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ദർശന ചലഞ്ചേഴ്സ് തൃശൂർ, ഭാഗിക കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ദർശന ഫൈറ്റേഴ്സ് തിരുവനന്തപുരം. ശിങ്കാരിമേളം. ഈ ടീമിൽ കാഴ്ച പരിമിതരായുള്ള 18 വ്യക്തികൾ ശിങ്കാരിമേളം പഠിക്കുകയും ഉപജീവനാർത്ഥം പല ജില്ലകളിൽ പോയി ശിങ്കാരിമേളം നടത്തുകയും ചെയ്യുന്നു. ഓർക്കസ്ട്ര ടീമുകൾ. കാഴ്ച പരിമിതരുടെ ഇരുളേറ്റം കലാസമിതിയും ചലന പരിമിതർക്ക് വേണ്ടിയുള്ള ജീവന്റെ ഉറവ എന്ന ഓർക്കസ്ട്ര ടീമും പ്രവർത്തിച്ചു വരുന്നു. ചാനലുകളിലും മറ്റു വേദികളിലും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പോകാറുണ്ട്. കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്. വർഷത്തിലൊരിക്കൽ കാഴ്ച പരിമിതർക്ക് വേണ്ടി ചെസ് പരിശീലനവും ടൂർണമെന്റും നടത്തിവരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം. കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറഞ്ഞ സ്ത്രീ പുരുഷ ഭേദമന്യേ പരിശീലനം നൽകുകയും ജില്ലാ ദേശീയ സ്ഥലങ്ങളിലേക്ക് പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ. ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ്. ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസികോല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ്. ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഒരു ഗ്രൂപ്പാണിത്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവെക്കുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണിത്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ്. ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വ്യഥകൾ പരസ്പരം പങ്കുവയ്ക്കാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണിത്. ദർശന പാലക്കാട് ടീം. പാലക്കാട് ജില്ല കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചു വരുന്ന ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഇതിൽ തൊഴിൽ മേഖലകളിൽ നൈപുണ്യം ലഭിക്കാനായി ഇവർ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ നിർധനരായ ഭിന്നശേഷിക്കാർക്ക് മരുന്നുകൾ വാങ്ങാനായിട്ടുള്ള സാമ്പത്തിക സഹായവും നൽകി വരുന്നു. മാർഗദർശികൾ ഗ്രൂപ്പ്. ദർശന ക്ലബിന്റെ ചാനലുകളിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണിത്. ഈ അഭിമുഖത്തിൽ ചലന പരിമിതരും കാഴ്ച പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 400-ൽ പരം വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ്. വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ.
ഈ കൂട്ടായ്മയിലൂടെ അവരുടെ ശാരീരിക മാനസിക വിഷമതകൾ പങ്കുവയ്ക്കാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണിത്. ഇത് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ ഗ്രൂപ്പ് ആണിത്. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കാനും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാകാനും ഇവർക്ക് സാധിക്കുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ ഒരു അഭിമാനമായ ഒരു ചാനലായി മാറിക്കൊണ്ടിരിക്കുന്നു. 5000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാകുന്നതിനും കനവ്, ആത്മീയ ഉന്നമനത്തിനും വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബിലൂടെ പഠനകളരി ഓൺലൈനിലൂടെ കമ്പ്യൂട്ടർ പഠിക്കുന്നതിന് വേണ്ടി റീടേക്ക് എന്ന വാട്സപ്പ് ഗ്രൂപ്പും കണക്കറിവ് എന്ന വാട്സപ്പ് ഗ്രൂപ്പും ആധുനിക രീതിയിലൂടെ കണക്കിനെ പറ്റിയുള്ള പരിശീലനവും നൽകുന്നു. ഓഫ്ലൈനിലൂടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ ഓഫീസിൽ വെച്ച് ഭിന്നശേഷിക്കാർക്കായി PSCക്ക് വേണ്ട പരിശീലനം നടത്തി വരുന്നു. ദർശന സർവീസ് സൊസൈറ്റിയെ പറ്റിയുള്ള ഓറിയന്റേഷൻ ക്ലാസും ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും അധികാരങ്ങളും പറ്റിയുള്ള പഠന കളരികളും നടത്തി വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 1:30 ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മ ഓൺലൈനിൽ നടത്തി വരുന്നു. 70-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിംഗിലൂടെ നടത്തിവരുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മതനേതാക്കന്മാരിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയുള്ള പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തിവരുന്നു. റിപ്പോർട്ട്. പ്രിയമുള്ളവരെ, 15/6/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMAയുടെ അധ്യക്ഷതയിൽ ചേർന്ന 157ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഈ ആഴ്ച സ്നേഹസംഗമം ഫുട്ബോൾ ഗ്രൂപ്പിന്റെ ആയിരുന്നു. അവതരണം ലിജോ കോഴിക്കോട്. പ്രാർത്ഥനാ ഗാനം ശ്രീ ജോസേട്ടൻ കൊരട്ടി. സ്വാഗതം ശ്രീമതി റഹീന പാവർട്ടി. ഗ്രൂപ്പ് പരിചയപ്പെടുത്തിയത് ശ്രീ ജോസേട്ടൻ കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം. ഒരു രാജകുമാരനും മന്ത്രിയും പോയപ്പോഴുണ്ടായ ഒരു മാണിക്യത്തിന്റെ കഥ പറഞ്ഞു. നമ്മുടെ മാണിക്യം പോലെയുള്ള ഓരോ കഴിവും പുറത്തു കൊണ്ടുവരിക. ആയിരിക്കുന്ന അവസ്ഥയിൽ എല്ലാം നേടാൻ സാധിക്കട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ളവർക്ക് പരസ്പര സഹകരണത്തോടെ പ്രവർത്തിച്ചാൽ അതിന് സാധിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് പുതുപ്പള്ളി ഡോൺ ബോസ്കോ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ ദീപു മാണിക്കലച്ചനായിരുന്നു. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ദീപു മാണിക്കൽ, ഡോൺ ബോസ്കോ, കോട്ടയം, പുതുപ്പള്ളി. മറ്റുള്ളവരെ ഒരിക്കലും മുൻവിധിയോടെ കാണരുത്. അതിന് തെരുവിലെ മക്കളുടെ ഒരു അനുഭവ കഥ പറയുകയും ചെയ്തു. പെരുമാറ്റം നോക്കി, വസ്ത്രം നോക്കി ആരെയും വിധിക്കാൻ ചാടി വീഴരുത് എന്ന പാഠം എന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. എല്ലാവരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. എന്നെ വിളിച്ചതിനും പങ്കെടുക്കാൻ സാധിച്ചതോടൊപ്പം ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. സോളമനച്ചന്റെ മഹത്തായ പ്രയത്നത്തിന് ആശംസകൾ നേരുന്നു. അന്ന ചേച്ചിയുടെ ജന്മദിനവും ജോസൻ കൊരട്ടിയുടെ വിവാഹ വാർഷികവും പഞ്ചഗുസ്തി മത്സരത്തിൽ 2 സ്വർണം നേടിയ ജയൻ എന്നിവരും സ്നേഹസംഗമത്തിൽ സംസാരിച്ചു. എല്ലാവർക്കും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും നേർന്നു. യോഗാവസാനം ജിഫിൻ KJ നന്ദി പറഞ്ഞു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ലീന MJ, നാട്ടിക. റിപ്പോർട്ട് അവതരണ മികവിലൂടെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കാറുള്ള ജോസേട്ടന്റെ അസാന്നിധ്യത്തിലും കുമാരി ലീന ആ കർത്തവ്യം ഏറ്റെടുത്ത് വ്യക്തവും മനോഹരവുമായി അത് അവതരിപ്പിച്ചു. ലീനയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ.
അടുത്തതായി നമ്മുടെ ഈ മീറ്റിംഗിന്റെ മുഖ്യ അധ്യക്ഷനായ റവർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛൻ, ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ അദ്ദേഹം സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്കും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അത്താണിയായ അദ്ദേഹം ഫാദർ ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം തേടി ജൈത്രയാത്ര തുടരുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ അച്ഛന് വെൽക്കം ടു ദ സ്ക്രീൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല, ഓൺലി നമ്മുടെ ഓഡിയോ മാത്രമാണ് പറയുന്നത്. യാത്രയിലാണ്, അതുകൊണ്ടാണ്. അപ്പോ ഇന്നത്തെ സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം അർപ്പിക്കുന്നു. അവർക്ക് നേരത്തെ തന്നെ ഒരു നന്ദിയും അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഒരു കുഞ്ഞു കഥ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കഥയല്ല, മറിച്ച് ഒരു ജീവിത ഒരു ശൈലിയാണ് പറയുന്നത്, ഒരു സംഭവങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ പണ്ട് മൊബൈൽ ഉപയോഗിച്ചവര് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കൂട്ടത്തില് മൊബൈൽ ഉപയോഗിച്ചവരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരൊക്കെ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടാവുക ഏത് മൊബൈലാണെന്ന് നിങ്ങൾക്കറിയാം, നോക്കിയ എന്ന മൊബൈലായിരിക്കാം. പക്ഷെ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈലുകളുടെ നമ്പറുകളൊക്കെ എടുത്തു നോക്കണമെങ്കിൽ, അതിന്റെ പേരൊക്കെ എടുത്തു നോക്കണമെങ്കിൽ നോക്കിയ എന്നുള്ള മൊബൈൽ ആരും തന്നെ ഉപയോഗിക്കുന്നുണ്ടാവില്ല. 1+1, സാംസങ്, ഓപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള മൊബൈലുകളാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഏറ്റവും ആദ്യമായിട്ട് ഇറങ്ങിയ മൊബൈല് ഇന്ന് വിപണിയിൽ ഇല്ലാത്തത്, ഇന്ന് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്ഡേഷൻ ഈ മൊബൈലിലില്ല എന്നിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പണ്ടൊക്കെ ഒരു 10-20 വർഷം മുമ്പെങ്കിലും ഇതൊക്കെ നന്നായിട്ട് വിപണിയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ അത് അശേഷം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് റീൽസ് എന്താണെന്ന് പോലും അറിയില്ല. നമ്മുടെ ഇതിലെ റീൽസ്, മൊബൈലിൽ കിടക്കുന്ന റീൽസ് വേണമെങ്കിൽ അറിയിരിക്കാം, അല്ലാതെ മറ്റുള്ള റീൽ എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ അതും ഇതുപോലെ തന്നെയാണ്, അപ്ഡേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഏകദേശമൊക്കെ ഒരു 10, 20, 30, 40, 50 വർഷങ്ങള് പുറകില് ജനിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ ജീവിതത്തിലും ഈ അപ്ഡേഷൻ ഇല്ലെങ്കിൽ ഒരാൾക്കും നമ്മെ പറ്റി വിലയുണ്ടാവില്ല. നമ്മൾ ശീലിച്ചു പോകുന്ന പല നെഗറ്റീവ് സംഭവങ്ങളാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ നമ്മളെ അവഗണിക്കും, സമൂഹം തള്ളിക്കളയും നമ്മളെ. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താ? അപ്ഡേഷൻ വരുത്തണം. അതും പോസിറ്റീവ് അപ്ഡേഷൻ നമ്മൾ വരുത്താനായിട്ട് സാധിക്കണം. ഒരു പുതുമ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. പലപ്പോഴും നമ്മൾ ഈ പുതുമ കൊണ്ടുവരാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളോട് ഭയങ്കര വിദ്വേഷം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളോട് താല്പര്യം ഉണ്ടാകില്ല, നമ്മളോടുള്ള സഹകരണം ഇല്ലാതെയായി പോകും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പുതുമകൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കണം, അപ്ഡേഷൻ കൊണ്ടുവരാനായിട്ട് നോക്കണം, അപ്ഡേറ്റഡ് ആകും. നമ്മൾ പുതുക്കി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താനായിട്ട് നമ്മൾ തയ്യാറാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. ഇത്രയും മാത്രമേ ഞാൻ ഇന്നത്തെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തില് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ നല്ല സുഹൃത്തുക്കള്, നമ്മുടെ അതിഥികള് നമ്മൾ വന്നിട്ടുണ്ട്, അവരുടെയൊക്കെ സ്വരം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്ര മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. പുതുമയോടെ നമ്മൾ അപ്ഡേഷൻ നടത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് നിങ്ങൾ ഏവരും പരിശ്രമിക്കുക. ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമത്തിന്റെ ആശംസകൾ ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. ഫാദറുടെ നല്ല ഉപദേശത്തിന് നന്ദി. അടുത്തതായി ഉദ്ഘാടനത്തിനായി സന്നിധനായിരിക്കുന്നത് റവർ ഫാദർ ലിംസൺ പുത്തൂർ CMI അച്ഛൻ, ഭോപ്പാൽ ക്രൈസ്റ്റ് മീഡിയ കോളേജ് ഡയറക്ടറാണ്. കൂടാതെ സോജി സൂചിപ്പിച്ചതുപോലെ ഫാദറിന്റെ കൂടെ ഭോപ്പാലിൽ പഠിച്ചിരുന്നു. ഇപ്പോൾ ഫാദർ PhD ചെയ്യാനായി സാഗർ ഭവനിൽ ഉണ്ട്. ഇത് മാത്രമല്ല, നമുക്കൊക്കെ അഭിമാനിക്കാൻ കാരണം ഫാദർ നമ്മുടെ ഗ്രൂപ്പിലെ അംഗമായ സെലിന ചേച്ചിയുടെ പൊന്നോമന പുത്രനാണ്. അച്ഛനെ ഉദ്ഘാടനത്തിന് കിട്ടിയത് അനുഗ്രഹമായി കാണുന്നു. ഏറ്റവും സ്നേഹ ആദരങ്ങളോടെ അച്ഛനെ സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യുന്നു. സ്തുതിയായിരിക്കട്ടെ. ഞാനും ഒരു യാത്രയിലാണ്. അപ്പോ ദർശന ക്ലബിന്റെ എനിക്ക് തോന്നുന്നു 158ാമത്തെ സ്നേഹസംഗമം, തെറ്റാണെങ്കിൽ എന്നെ തിരുത്തുക. അപ്പൊ അതിലേക്ക് വന്നിട്ടുള്ള അതിൽ സന്നിഹിതരായിട്ടിരിക്കുന്ന റവറൻ
സോളമൻ ഡയറക്ടർ ഓഫ് ദർശന സർവീസ് സൊസൈറ്റിയുടെ, പിന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായിരിക്കുന്ന ശ്രീ VC വർഗീസ്, പിന്നെ ആശംസകൾ അർപ്പിക്കാനായിട്ട് വന്നിട്ടുള്ള ശ്രീ സണ്ണി ഡേവിഡ്, അതുപോലെ തന്നെ ദർശന ക്ലബിന്റെ പ്രസിഡന്റ് മിസ്റ്റർ ഷിബിൻ ഹാരി, അതുപോലെ തന്നെ എന്നെ വിളിച്ചിരുന്ന കുറച്ചു നേരത്തെ ദർശന ക്ലബിന്റെ PRO ശ്രീ പയസ്, അതുപോലെ തന്നെ ഈ 158ാമത്തെ ഈ സ്നേഹസംഗമം അറേഞ്ച് ചെയ്യുന്ന വളരെ അഭിമാനത്തോടു കൂടി ഞാൻ എന്റെ അമ്മയും ഇതില് മെമ്പറായിട്ടുള്ള ഒരു സംഘടനയാണ് മെമ്പേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് സോറോസ്. അപ്പോ അതിലെ എല്ലാ മെമ്പേഴ്സിനും അപ്പോ എല്ലാവർക്കും പ്രത്യേകമായിട്ട് എന്റെ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ഞാൻ എന്നോട് ഇങ്ങനെ സോളമനച്ചൻ, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സോളമനച്ചനും ഞാനും എനിക്ക് തോന്നുന്നു നിങ്ങളെ എവരെക്കാളും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ വൈദിക പരിശീലന കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടും കുറെ നാളുകൾ ഒരുമിച്ചുണ്ടായിരുന്നു. കാര്യം എന്റെ ജൂനിയർ ആയിട്ടാണ് അത് സോളമനച്ചൻ ജോയിൻ ചെയ്തത്. കാരണം ആള് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്, ഞാൻ 10th കഴിഞ്ഞത്. പക്ഷെ എന്നേക്കാളും മുന്നേ 2 വർഷം മുന്നെയാണ് ഓർഡിനേഷൻ സ്വീകരിച്ചത്. അപ്പോ നിങ്ങൾക്കറിയാലോ സോളമനച്ചന്റെ ഒരുക്കവും ആ ഒരു ഫോർ സൈറ്റഡ്നെസ്, ഓരോ കാര്യം വളരെ പ്ലാൻ ആയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് അതിന് ഒരുങ്ങുന്ന ഒരു നല്ല ഒരു വ്യക്തിയാണ്. അപ്പോ ഈ ആദ്യമായി തന്നെ ഈ 158ാമത്തെ ദർശന ക്ലബിന്റെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു എന്ന് നിങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നു. അപ്പോ ഇവിടെ ആയിരിക്കാനായിട്ട് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് മനസ്സിലായത്, ഞാൻ ഈ എന്താ പറയണേ ഈ റിപ്പോർട്ടും ഒക്കെ കേൾക്കുമായിരുന്നു. അതായത് ഇന്ന് പരിമിതികള് നന്മ ചെയ്യുന്നതിൽ ഒരു തടസ്സമില്ല എന്നുള്ളത് മനസ്സിലായി. എന്തെല്ലാം പരിമിതികളുള്ളവർക്കാണ് നിങ്ങൾ ഓരോ സംഘടനകള് ചെയ്തേക്കുന്നത്. പക്ഷെ പരിമിതികളൊന്നും നന്മ ചെയ്യാൻ ഒരു തടസ്സമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ കണ്ട പരിമിതികളുണ്ട് നമുക്കിന്ന്, നമ്മൾ ഓരോരുത്തരും പല സ്ഥലങ്ങളിലാണ്. പക്ഷെ ഒരുമിച്ച് കൂടാൻ, കൂട്ടായ്മ ഉണ്ടാക്കാൻ, എല്ലാവരും ഒരുമിച്ച് വന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതും ഒരു പരിമിതിയല്ല. നമ്മളെല്ലാവരും ഇപ്പൊ 10, 33, 34 പേരുണ്ട് ഇപ്പോ. അപ്പോ ഒന്നും ഇന്നത്തെ കാലത്ത് ഒരു പരിമിതിയല്ല. നന്മ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ച, എന്നാൽ ഒന്നും നമ്മുടെ മുൻപിൽ ഒരു തടസ്സമല്ല എന്നുള്ള വലിയൊരു പാഠമാണ്, വലിയൊരു സത്യമാണ് നമുക്ക് എല്ലാവർക്കും ഇന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ സോളമനച്ചനോട് പറഞ്ഞു, സോളമനച്ചൻ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്താ സംസാരിക്കണ്ടേ, ആരാണ് എന്താണ്. അപ്പൊ സോളമനച്ചൻ പറഞ്ഞു, ലിംസൺ അറിയാലോ ഇങ്ങനെയുള്ള നമ്മളൊക്കെ ഒരുമിച്ച് കുറെ നന്മ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അച്ഛൻ ഒരു കഥ പറയാ, പിന്നെ ഒരു നല്ല കാര്യങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറയാം. അപ്പൊ ഞാൻ കഥ പറയാനൊന്നും ഇല്ല, കഥ തന്നെ നമ്മുടെ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് സോളമനച്ചൻ തന്നെയാണ്. കാരണം ആളാണ് കഥ. അപ്പൊ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, സോളമനച്ചൻ ഞങ്ങളുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അദ്ദേഹം കൗൺസിലിംഗ് സൈക്കോളജിയില് കോഴ്സ് ഒരുമിച്ചു, ഇത് രണ്ടും കൂടി വേറൊരു കോഴ്സ് കൂടി ചെയ്തു. അങ്ങനെ ആള് മാസ്റ്റേഴ്സ് തിയോളജി പഠിച്ചു കഴിഞ്ഞ് അപ്പൊ തന്നെ മാസ്റ്റേഴ്സ് ഒരുമിച്ച് വേറെ സെക്യുലർ ടോപ്പിക്കിൽ ഒരു മാസ്റ്റേഴ്സ് കൊടുത്തു. അപ്പൊ അത്രയും, കാരണം ആൾക്കും മനസ്സിലായി ആള് 12th കഴിഞ്ഞിട്ട് ലേറ്റ് ആയി, അപ്പൊ ആൾക്ക് മാസ്റ്റർ ഡിഗ്രി ഇല്ല. അപ്പൊ അതും ഇതിന്റെ ഇടയിൽ ചെയ്തു. അപ്പൊ അത്രയും എന്താണ് പരിമിതികളൊക്കെ ആള് പെട്ടെന്ന് നിഷ്പ്രയാസം അവയൊക്കെ നേരിടുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, പട്ടം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു വലിയൊരു റിമോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു വില്ലേജിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ പോകാൻ തന്നെ പലർക്കും പേടിയാണ്. പക്ഷെ സോളമനച്ചൻ ആ വെല്ലുവിളിയൊക്കെ അന്നേ ഏറ്റെടുത്തു. കാരണം അന്നൊന്നും ഞങ്ങളോടൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ 2 പ്രാവശ്യം ചിന്തിക്കും. കാരണം വില്ലേജുകളാണെങ്കിൽ അത്രയും റിമോട്ടസ്റ്റ് വില്ലേജുകളിലെ പ്രശ്നങ്ങള്, നമുക്കെതിരായിട്ട് കൺവേർഷൻ പ്രശ്നങ്ങള്, ഇത് എന്നാൽ നമ്മളുടെ ഒരൊറ്റ ആഗ്രഹം നന്മ ചെയ്യാന്നുള്ള. അവിടെ അച്ഛൻ ചെന്നിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താ പറയണേ കമ്പ്യൂട്ടർ സാധനങ്ങൾ മേടിക്കലും
അവർക്ക് ക്ലാസ് തുടങ്ങലും അവിടെ എന്താ പറയുക ആ ഒരു വില്ലേജ്, ആ അടുത്തുള്ള വില്ലേജിലുള്ള ആൾക്കാർ പോലും അവിടെ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. മൊത്തം വലിയൊരു ജീവനുള്ള ഒരു സ്ഥലമാക്കി മാറ്റി നമ്മുടെ സ്ഥാപനം. ഗുരുനിവാസ് ടഡ, അങ്ങനെയാണ് ആ സ്ഥാനത്തിന്റെ പേര് തന്നെ. അപ്പോ സോളമനച്ചൻ ചെന്ന് അപ്പം സോളമനച്ചൻ എന്ന് പറയുന്നത് അന്നും ഇന്നും എനിക്ക് തന്നെ, കാരണം ഞങ്ങളുടെ കൂടെ ആയിരുന്നപ്പോ തന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ്. എങ്ങനെയാ ഈ മനുഷ്യന് ഇത്രയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണേന്ന്. അപ്പൊ അന്ന് തന്നെ ഞങ്ങൾ പറയണ്ട, സോളമനച്ചൻ തിയോളജി ഫിലോസഫിയുടെ കൂടെ തന്നെ വേറെ പല ഡിഗ്രികളും ഒരുമിച്ചെടുക്കുന്ന ഒരു മനുഷ്യൻ. ഞങ്ങൾ പറയും സോളമനച്ചൻ അതൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിയാക്കും. പക്ഷെ ഇന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോ ഞങ്ങളൊക്കെ കുറെ പഠിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഞങ്ങളെക്കാളൊക്കെ എത്രയോ നന്മകൾ ചെയ്യാനായിട്ട് ആളുടെ പരിമിതികൾ, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ആളുടെ കാഴ്ച പോകാനായിട്ട് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിമോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു വില്ലേജിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ഡോക്ടർ ഇല്ല. അവിടെ ഈ മലേറിയയുടെ ശല്യം ഭയങ്കര ഉണ്ട്, കൊതുകുണ്ട്. അങ്ങനെ അച്ഛന് ആ മലേറിയ പിടിച്ചിട്ട് ഈ മലേറിയ പിടിച്ച് അത് നമ്മൾ തന്നെ ബ്ലഡിൽ ഉണ്ടാവും. അത് ഇങ്ങനെ അത് വീണ്ടും വീണ്ടും വന്നു. പക്ഷെ അങ്ങനെ അച്ഛൻ എപ്പോഴും ഇത്രയും ദൂരം കടന്ന് സിറ്റിയിലേക്ക് ഡോക്ടറിനെ കാണിക്കാൻ വരാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള മരുന്ന് ഒരു പൊടിയെടുത്ത് അച്ഛൻ അത് കഴിച്ച് കാരണം ഒരു സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞ് തിരിച്ചു വരാൻ ഒരാഴ്ച എടുക്കും, 4-5 ദിവസം എടുക്കും അവിടെ കിടന്ന്. അപ്പൊ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ വർക്കുകളും കാര്യങ്ങളും നോക്കാൻ ആരുമില്ല. പക്ഷെ അന്ന് അദ്ദേഹം വിചാരിച്ചില്ല ഈ 60 mg ഡോസുള്ള ഈ മരുന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള ആളും വിചാരിച്ചില്ല. കാരണം നമ്മൾക്ക് കിട്ടിയ സാഹചര്യത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാനായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളുടെ പരിമിതികളെയും രോഗം എന്ന പരിമിതിയൊക്കെ അതിജീവിക്കാനായിട്ട് നമ്മൾ എന്നും പരിശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്ത് ആ മനുഷ്യനെ പെട്ടെന്ന് ആണ് ഇങ്ങനെ കാഴ്ച നഷ്ടപ്പെടുന്നു. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം ആ സ്ഥാപനത്തിൽ നിന്ന്, കാരണം ആൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോ അങ്ങനെ കേരളത്തിലേക്ക് വരുന്നു. സ്വാന്തനം, ഞങ്ങളുടെ തന്നെ ജൂബിലി മിഷൻ, ജൂബിലി അല്ല, അമലയില് നിൽക്കുന്നു. പിന്നെയാണ് അദ്ദേഹം അവിടെ നിന്നും, അതായത് കാഴ്ചയില്ലാതെ തന്നെ ആൾക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിനകത്തോടെ നമ്മുടെ ഒരു തീം എന്ന് പറഞ്ഞാൽ പരിമിതി ഇന്നത്തെ കാലത്ത് ഒന്നിനും ഒരു നന്മ ചെയ്യാനായിട്ട് ഒരു തടസ്സമില്ല. ഞാൻ സോളമനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ബൈബിളിലെ ഈശോയെ കുറിച്ച് ഓർക്കണം. ഈശോ നന്മ ചെയ്ത് നടന്നു നീങ്ങുന്ന ഒരു ഈശോ. ഒരു പട്ടണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വില്ലേജിൽ നിന്ന് അടുത്ത വില്ലേജിലേക്ക് അദ്ദേഹത്തിന് എന്താ പറയുക, കുഷ്ഠരോഗിയെന്നോ തളർവാദം പിടിച്ച ആളാണെന്നോ പാപിയാണെന്നോ പാപിനിയാണെന്നോ അങ്ങനെ ഒന്നും ഒരു മുൻവിധിയും ഒരു തടസ്സവും ഇല്ല. അതായത് നന്മ ചെയ്യണമെങ്കിൽ അവരൊക്കെ കണ്ട് അവർക്കൊക്കെ നന്മ ചെയ്തു കൊടുക്കുകയായിരുന്നു ഈശോ. അതുപോലെ തന്നെ ഒരു മനുഷ്യനാണ് നമ്മുടെ കഥയിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സോളമൻ. അതായത് അദ്ദേഹത്തെ എവിടെയായിരിക്കുന്നു, അദ്ദേഹം എവിടെയെങ്കിലൊക്കെ എല്ലാ തടസ്സങ്ങളും പരിമിതികളും നീട്ടി നന്മ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നൊരു വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ റിപ്പോർട്ടിൽ വായിച്ച എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അദ്ദേഹം ലിറ്റിൽ പൊക്കം കുറഞ്ഞവർക്ക് വേണ്ടിയിട്ട്, ഞാൻ ഓർക്കുന്ന ഈ ദിവസങ്ങളിൽ സിജി ആ ചെറിയ കുട്ടി ഒളിമ്പിക്സിൽ സമ്മാനം കിട്ടിയ അദ്ദേഹത്തെ കൊണ്ട് 2-3 പ്രാവശ്യം അവിടെ ജർമ്മനിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ സോളമനോട് ചോദിച്ചു, സോളമൻ എങ്ങനെ ചെയ്യുന്നു? കാരണം ഇതൊക്കെ വരാനും യാത്ര ചെയ്യാനും കാഴ്ചയുള്ള ഞങ്ങൾക്ക് തന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആള് പറയാം, അതിനിപ്പോ എന്താ നിമിഷം, ഞാനല്ലല്ലോ അവരല്ല ചെയ്യണേ, ഞാൻ വെറുതെ കൂടെ അവരുടെ കൂടെ ആയിരിക്കുകയാണല്ലോ ചെയ്യണേ, അല്ലാതെ എല്ലാം അവരെ ചെയ്തു തരുന്നത് എനിക്ക്, ഞാൻ അവരുടെ കൂടെ ആയിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ, അതായത് എല്ലാ പരിമിതികളെയും മാറ്റിക്കൊണ്ട് നന്മ ചെയ്യാൻ ഏതൊരു അവസരം കിട്ടുന്നു അതിലേക്ക് മുന്നിട്ട് വന്നുകൊണ്ട് അത് ചെയ്യാനായിട്ടുള്ള ഒരു വലിയൊരു മനസ്സ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അത് വളരെ എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യുന്ന വലിയ കാര്യമാണ്. പലപ്പോഴും നമുക്കൊക്കെ എല്ലാ സാഹചര്യവും ഉണ്ട് അല്ലെ, എനിക്ക് കാഴ്ചക്ക് കുഴപ്പമില്ല, എനിക്ക് പണമുണ്ട്, എനിക്ക് സാഹചര്യങ്ങളുണ്ട്, എനിക്ക് ടെക്നോളജി ഉണ്ട്, എനിക്ക് എല്ലാ റിസോഴ്സസും ഉണ്ട്. പക്ഷെ നന്മ ചെയ്യാൻ വരുമ്പോ നമ്മൾ എവിടെയെങ്കിലും ഓരോ തടസ്സങ്ങൾ കണ്ട് നമ്മൾ ആ നന്മ ചെയ്യാതെ തിരിച്ചു പോരും. അപ്പോ അവിടെയാണ് സോളമൻ നമുക്ക് എല്ലാവർക്കും വലിയൊരു മാതൃക. അപ്പോ ഇന്ന് നമ്മൾ ഈ 158ാമത്തെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മളും എനിക്ക് നിങ്ങളോട് പറയുന്നത്, നന്മ ചെയ്യാൻ കിട്ടിയ ഒരവസരം അത് പാഴാക്കരുത്. പരിമിതികൾ ഒന്നും ഒരു കാരണമല്ല നന്മ ചെയ്യാതിരിക്കാനായിട്ട്. എന്നാ പരിമിതികളായിരിക്കണം നമ്മുടെ കാരണങ്ങള് നന്മ ചെയ്യാനായിട്ടുള്ള കാരണം.
അതെ, ഈ ഒരു പരിമിതി ഉണ്ടോ, എന്നാൽ ഞാൻ ഈ പരിമിതിയെ അതിജീവിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നന്മ ചെയ്തേ കടന്നു പോകും. ആ ഒരു വളരെ അങ്ങനെ ഒരു മനസ്സുകൾക്കാണ്, അങ്ങനെയുള്ള വളരെ ഉള്ള പ്രിൻസിപ്പിൾസ്, അങ്ങനെയുള്ള വലിയൊരു ശക്തിയായ മനസ്സുകൾക്കാണ് എന്താണ് ഈ സമൂഹത്തെ ഒരു നല്ലൊരു സമൂഹത്തെ പോലെ ആക്കി വാർത്തെടുക്കാനുള്ള കഴിവ് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് ഇതില് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കണ്ടപ്പോ ഒരുമിച്ച് വരാനും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നന്മകളും പരിമിതികളെ മാറ്റിവെച്ച് ചെയ്യാനും ആയിട്ട് പരിശ്രമിക്കുക എന്ന് സോളമനച്ചൻ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. പലപ്പോഴും ഒക്കെ ഞാൻ ആലോചിക്കുന്നു, ഞാനൊക്കെ കേരളത്തിൽ നിന്ന് പുറത്തു പോയപ്പോ വളരെ പ്രൗഡായിട്ട് പറഞ്ഞ എന്താണ്, ഞങ്ങളുടെ കേരളം 100% സാക്ഷരതയുള്ള കേരളമാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം നമ്മുടെ ഓരോ കാര്യങ്ങളിലും. എനിക്ക് ആ വലിയ മനോഹരമായിട്ട് ആ മൊബൈലിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ നമുക്കറിയാം എന്റെ പരിമിതി ഏതിലാക്കിയാണ്. അപ്പൊ അതിനെ അതിജീവിക്കാൻ പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഒരുമിച്ച് വരാനും അതിനുള്ള ആ ഒരു വലിയൊരു പ്രയത്നം നമ്മളെല്ലാവരും നമ്മുടെ ഭാഗത്ത് ഏറ്റെടുക്കണം. അങ്ങനെ ഈ 158ാമത്തെ സ്നേഹസംഗമം എന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പരിമിതികൾ നമ്മുടെ മുൻപിൽ ഒരിക്കലും നന്മ ചെയ്യാനായിട്ടൊരു തടസ്സമാകാതിരിക്കട്ടെ എന്നുള്ള വലിയൊരു പാഠം തന്നെയാണ് ഡയറക്ടർ അച്ഛൻ തന്റെ ജീവിതം വഴിയായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അത് തന്നെയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്യണം. അത് അനുകരിക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. എന്നെ ഈ സ്നേഹ സംഗമത്തിലേക്ക് വിളിച്ച നിങ്ങളെല്ലാവർക്കും പ്രത്യേകം നന്ദി. നിങ്ങളുടെ ദർശന ക്ലബിന്റെ ഈ സ്നേഹ സംഗമം ഇതുപോലെ തന്നെ മറ്റുള്ള എല്ലാ എന്റർപ്രൈസസും മറ്റെല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് നടക്കട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആവുന്ന എല്ലാ സഹകരണവും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു അച്ഛ. സോളമൻ അച്ഛന്റെ കൂടെയുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്തതിനും വളരെ നല്ലൊരു സന്ദേശം ഞങ്ങൾക്ക് നൽകിയതിനും അച്ഛന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അച്ഛനെ PhD ഭംഗിയായി പൂർത്തിയാക്കാനും സാധിക്കട്ടെ. ഞങ്ങൾ ഓരോ അമ്മമാരുടെയും പ്രാർത്ഥന അച്ഛന്റെ കൂടെ ഉണ്ടാവും. അടുത്തതായി മുഖ്യ അതിഥിയായിട്ട് നമുക്കിവിടെ മീറ്റിംഗിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ VC വർഗീസ് സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ആർമി എഡ്യൂക്കേഷൻ കോറിൽ നിന്നും റിട്ടയേർഡ് ഇൻസ്ട്രക്ടർ, ടൂറിസം പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്, റോട്ടറി ക്ലബ് ഓഫ് അണക്കര, സ്പൈസ് സിറ്റിയുടെ പ്രസിഡന്റ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ചക്കുപളം യൂണിറ്റിന്റെ പ്രസിഡന്റ്, ഹിന്ദുസ്ഥാൻ സ്പൈസ് ഹെർബൽസിന്റെ ഉടമ കൂടിയാണ്. അങ്ങനെ നിരവധി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയായ അദ്ദേഹത്തെ ഏറ്റവും സ്നേഹാദരവോടെ സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ശ്രീ VC വർഗീസ് സാറിനെ വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ആമുഖമായിട്ട് പറയട്ടെ, ഞാനൊരു യാത്രയിലാണ്. അപ്പോ നന്നായിട്ടുള്ളൊരു വീഡിയോ തരാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് സദയം ക്ഷമിക്കുക. എന്താണെങ്കിലും ദർശന സ്നേഹ സംഗമത്തിന്റെ 158ാമത് ഈ മീറ്റിംഗില് അധ്യക്ഷം വഹിക്കുന്ന ഏറെ ബഹുമാനായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ, അദ്ദേഹം ദർശന ക്ലബിന്റെ പ്രസിഡന്റ്, ഡയറക്ടർ എന്നീ പദവികൾ വഹിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ അവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഏറെ ബഹുമാനായിട്ടുള്ള റവറൻ ഫാദർ ലിംസൺ പുത്തൂർ, റിപ്പോർട്ട് അവതരിപ്പിച്ച കുമാരി ലീന MJ നാട്ടിക, ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ സണ്ണി ഡേവിഡ്, ശ്രീമതി ജാൻസി വർഗീസ്, PRO ബഹുമാനായിട്ടുള്ള ശ്രീ പിയൂസ് KP കോട്ടപ്പുറം, അതുപോലെ സ്വാഗതം പറഞ്ഞ ശ്രീ ഷിബിൻ ഹാരി, അതുപോലെ ഇവിടെ അവതാരികയായിട്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഏറെ ബഹുമാന്യ ശ്രീമതി റിസി തോമസ്, മറ്റ് എന്നെ ശ്രമിക്കുന്ന ഏറെ ബഹുമാനരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ,
ആദ്യമായിട്ട് ഇത്തരത്തിലൊരു മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഈ ക്ലബിന്റെ പ്രസിഡന്റും ഡയറക്ടറുമായിട്ടുള്ള ബഹുമാനായ സോളമൻ അച്ഛനെയും അതുപോലെ എന്റെ അയൽവാസി ആയിട്ടുള്ള ശ്രീ അമൽ, മറ്റ് ഈ ക്ലബിന്റെ ഭാരവാഹികളിലെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നത്. ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലക്കാരനാണ്. ഇടുക്കി ജില്ലയിൽ ചക്കുവള്ളം ആണ് സ്വദേശം. 20 വർഷം ആർമിയിൽ സേവനം ചെയ്തതിനു ശേഷം ഒന്ന് ഒരു ചെറിയ ബിസിനസ്സും മറ്റ് ചെറിയ സാമൂഹിക പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഞാനിവിടെ ബഹുമാനപ്പെട്ട അച്ഛനെ കുറിച്ച് കേട്ടപ്പോ സത്യത്തില് ഹൃദയം നിറഞ്ഞു. കാരണം അച്ഛന്റെ സേവനങ്ങള് എത്ര പറഞ്ഞാലും മതിയാവുന്ന ഒന്നല്ല. കാരണം തന്റെ മധ്യപ്രദേശിലെ ആദിവാസി മേഖലകളിൽ സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് പനി ബാധിച്ച് ആ രോഗബാധയുടെ ഭാഗമായിട്ട് കണ്ണുകൾ നഷ്ടപ്പെട്ട് അദ്ദേഹം തന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ തന്റെ ബാക്കിയുള്ള ജീവിതം സമൂഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ഓരോ മനുഷ്യരും നൽകുന്ന ഏറെ മഹത്തരമായിട്ടുള്ള ഒരു മാതൃകയാണ്. അച്ഛനെ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഈ സ്ഥാപനം നടത്തുന്ന നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നടത്തപ്പെടുന്ന നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളുടെ അവരെ മറ്റ് സമൂഹത്തിന്റെ മുമ്പിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കുറവുകളെ നേട്ടങ്ങളാക്കി മാറ്റാനായിട്ട് അച്ഛനും അച്ഛന്റെ ടീമും നടത്തുന്ന ഈ മഹത്തരമായ സേവനത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 19 ഇനങ്ങളില്, അത് നീന്തൽ പരിശീലനം, ക്രിക്കറ്റ് പരിശീലനം, ശിങ്കാരിമേളം, നാടൻപാട്ട് പരിശീലനം പോലെ നിരവധിയായിട്ടുള്ള മേഖലകളില് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരുടെ കുറവുകൾ ഒന്നും നോക്കാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അച്ഛനും അച്ഛന്റെ ടീമും കാണിക്കുന്ന ഈ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മത്തെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഈ ദർശന ക്ലബ് എന്ന് പറയുന്ന ക്ലബ്ബ് ഈ നാട്ടില്, നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് മുഴുവനായി പ്രവർത്തിക്കുന്ന ചാരിറ്റി ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, സോഷ്യൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും വലിയൊരു മാതൃകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും ഉൾക്കൊള്ളണം. ഞാനതിന് അച്ഛന്റെ മുഴുവൻ ടീം അംഗങ്ങളെ, ഇത്രയും അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അച്ഛനെ സഹായിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ഈ ദർശന ക്ലബ് എന്ന് പറയുന്ന ദർശന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങള് ചരിത്രം കുറച്ച് നോക്കാനായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം ശേഷിക്കാരായിട്ട് ജീവിതത്തില് ഇത്രയും പ്രയാസവും ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാര്, അവർക്ക് മുമ്പില് ഒരു പ്രത്യാശയുടെ കിരണങ്ങൾ വിതരുന്ന പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. ചേർത്ത് പിടിച്ച് സമൂഹത്തില് തേജസ്സും നൽകി, ആത്മവിശ്വാസം നൽകി മുൻപോട്ടുള്ള ജീവിതം ഉള്ളതും സമാധാനപരവുമായി മുന്നോട്ട് ആയിട്ടുള്ള ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയ അച്ഛന് മധ്യപ്രദേശില് ആണെന്ന് പറഞ്ഞു. ഞാനും മധ്യപ്രദേശില് പശ്ചിമരിയില് സേവനം ചെയ്തിട്ടുണ്ട്. പശ്ചിമരി അച്ഛനറിയാം, അവിടെ ആർമി എഡ്യൂക്കേഷൻ ബോർഡിന്റെ ട്രെയിനിങ് സെന്റർ ഉണ്ട്. മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ആയിട്ടുള്ള സോളമൻ അച്ഛൻ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഏരിയയെ കുറിച്ചൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒക്കെ അറിയാം. പ്രവർത്തനങ്ങള് ശക്തിയോടെ കരുത്തോടെ അതിനുള്ള എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അർപ്പിക്കുന്നു. ക്ലബ്ബ് മാറുന്ന ഒരു ക്ലബ്ബായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അവസരം ഒരുക്കിയ അച്ഛനോടും ഉള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തി. താങ്ക് യു വർഗീസ് സാർ. സാറിന്റെ നല്ല വാക്കുകൾക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. തുടർന്നും സാറിന്റെ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.
തീർച്ചയായിട്ടും. താങ്ക് യു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി ഇവിടെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത് ശ്രീ സണ്ണി ഡേവിസ്. അവറുകളെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം മാസ്റ്റർ മൈൻഡ് ഓഫ് കോൾഗേറ്റ് കൂടിയാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹാദരവോടെ സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഓക്കെ. എപ്പോഴും സ്നേഹം പറഞ്ഞാൽ സോൾമച്ച ദർശനയുടെ സ്നേഹസമത്തിൽ പങ്കുചേർന്ന വിശിഷ്ട വ്യക്തികളെ, ദർശന ക്ലബിലെ ഭാരവാഹികളെ, മറ്റംഗങ്ങളെ, എന്റെ പേര് സണ്ണി ഡേവിസ്. ഞാൻ കോൾഗേറ്റ് കൺസ്ട്രക്ഷൻ സൊല്യൂഷൻ എന്ന ഒരു സ്ഥാപനം തൃശ്ശൂരിൽ നടത്തി വരികയാണ്. അപ്പോ ആദ്യമായിട്ട് ഈ ഒരു സ്നേഹ സംഗമത്തിലേക്ക് ക്ഷണിച്ചതിൽ ഞാൻ നന്ദി പറയുകയാണ്. ആശംസ അർപ്പിക്കുവാനാണ് എന്നോട് സോളമച്ചൻ പറഞ്ഞത്. ഒരു ചെറിയൊരു കഥ പറയാനൊക്കെയാണ്. അതിപ്പോ കഥ പറയുന്നതല്ല, ഞാൻ എന്റെ ഒരു ജീവിതത്തിൽ ഞാൻ ചെയ്തു വരുന്ന ഒരു കാര്യം നിങ്ങളെ അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പലരും കേട്ട് കാണും, തൃശ്ശൂര് താണിയില് തൃശ്ശൂർ അതിരൂപത നടത്തുന്ന ഒരു പീസ് ഹോം എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ ഇതുപോലെ തന്നെ അംഗപരിമിതരായ കുറെ അന്തേവാസികളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഒരു 14 വർഷമായി നമുക്ക് അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് ഞായറാഴ്ചകളിൽ അവിടെ എത്തിച്ചേരാൻ സാധിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് അവരുടെ ഈ വിഷമങ്ങൾ കേൾക്കുവാനും നമ്മുടെ സന്തോഷങ്ങളൊക്കെ അവർ പങ്കുവയ്ക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു സന്തോഷവും സമാധാനവും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലുതാണ്. അവിടെ ഞാൻ കാണുന്നത് ഈ നമ്മുടെ പെരുംസനച്ചൻ പറഞ്ഞതുപോലെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളവിടെ കാണുന്നത് കിടപ്പ് രോഗികളുണ്ട്, അതുപോലെ തന്നെ വീൽ ചെയറിലിരിക്കുന്നവരൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഈ കിടപ്പ് രോഗികൾക്ക് ആ വീൽ ചെയറിലിരിക്കുന്നവര് ഭക്ഷണം കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കാണാനിടയാറുള്ളൂ. അപ്പൊ അവരുടെ പരിമിതികളിൽ ഉള്ളിൽ നിന്ന് അവര് മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സും നമ്മളിൽ തന്നെ ഒരു മോട്ടിവേഷനാണ് അത് കാണുന്നത് തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ ഈ അംഗപരിമിതി എന്ന് പറയുന്നുണ്ടെങ്കിലും മാനസികമായി നിങ്ങൾ വളരെ മുന്നണിയിൽ നിൽക്കുന്നവരാണ്. അപ്പൊ അവരെ നയിക്കാൻ തന്റെ പരിമിതികൾ മാറ്റിവെച്ചുകൊണ്ട് സോളമച്ചൻ മുന്നോട്ടിറങ്ങി ഇത്രയും വലിയ ഉയരങ്ങളിൽ സ്വർണ്ണങ്ങൾ വരെ നേടാൻ ഇതിലുള്ളവർക്ക് സാധിച്ചതിൽ വളരെ അഭിമാനം നേടുന്ന നിമിഷങ്ങളാണ്. ഈ സോളമച്ചനെ വളരെ നാളത്തെ പരിചയമുള്ളതാണ്, ഒരു നല്ലൊരു സുഹൃത്തും കൂടിയാണ് സോളമച്ചൻ. അപ്പോ നിങ്ങൾക്ക് ഇനിയും ഇതിലേക്ക് മുന്നേറുവാൻ സോളമച്ചന്റെ നേതൃത്വത്തിൽ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ഇനിയും ഒളിമ്പിക്സ് പോലെയുള്ളതിൽ പങ്കെടുക്കുവാനും അതിലേക്ക് പുതിയതായി ഇതറിഞ്ഞു വരുന്നവരെ ഉൾപ്പെടുത്തി മുന്നേറുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ എല്ലാവർക്കും അർപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. സാറിന്റെ അനുഭവങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്തതിൽ വളരെ സന്തോഷം. അതിലൂടെ വളരെ വലിയൊരു സന്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കുക എന്ന ചടങ്ങാണ്. അതിലേക്കായി മിസിസ് ജാൻസി വർഗീസിനെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അവർ ലേഡി ഓഫ് സോറോസിന്റെ നേതൃത്വത്തിൽ 158ാമത് സ്നേഹസംഗമമാണ് നമ്മൾ ഇവിടെ ഗൂഗിൾ മീറ്റ് വഴി നടത്തപ്പെട്ടത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ എല്ലാമായ റബ്ബർ ഫാദർ സോളമൻ കടപ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ദർശന ക്ലബിന്റെ പേരിലും നമ്മുടെ ഗ്രൂപ്പിന്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. അച്ഛന്റെ നല്ല സന്ദേശത്തിനും നന്ദി. ഞങ്ങൾ അതിന് പരിശ്രമിക്കുന്നതായിരിക്കും. ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ഗ്രൂപ്പിലെ സെലീന ചേച്ചിയുടെ മകനും നമ്മുടെ സോളമച്ചന്റെ സുഹൃത്തുമായ റബ്ബർ ഫാദർ ലിംസൺ പുത്തൂർ അച്ഛൻ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഗൂഗിൾ മീറ്റിംഗിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യാതിഥിയായ ശ്രീ VC വർഗീസ് സാറിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു.
കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ദർശന ക്ലബിന്റെ 158ാമത് അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ സ്നേഹസംഗമത്തിലേക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ കടന്നു വന്ന ശ്രീ സണ്ണി സാറിനെ നന്ദി പറയുന്നു. ഇനി നന്ദി പറയാനുള്ളത് നമ്മുടെ സഹോദരികളായ ഭക്തി നിർഭരമായ പ്രാർത്ഥനാ ഗാനം ആലപിച്ച ഓമന ചിറ്റാട്ടുകരയ്ക്കും വളരെ മനോഹരമായി അവതരണം നടത്തിയ പ്രിൻസി ചാക്കോയ്ക്കും നന്ദി പറയുന്നു. അടുത്തത് റിപ്പോർട്ട് അവതരിപ്പിച്ച കുമാരി ലീന MJ, നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ PRO പിയൂസ് കോട്ടപ്പുറം, സ്വാഗതം പറഞ്ഞ സോജി ജോൺസൺ, കൺവീനർമാരായ ജോസേട്ടൻ, ലില്ലി ആറ്റുത്തറ, ദർശന ക്ലബിന്റെ പ്രസിഡന്റ് ഷിബിൻ ഹാരിക്കും എല്ലാ ലീഡേഴ്സിനും ഈ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞ് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. വളരെ മനോഹരമായി നന്ദി പറയുക എന്ന കർത്തവ്യം നിർവഹിച്ച മിസിസ് ജാൻസി വർഗീസിനെ നന്ദി പറയുന്നു.